ശരി. ചേച്ചി എന്താ? പാറു നീ പറ. ചേച്ചി പറ. നീ പറ. ചേച്ചി ഞങ്ങൾക്ക് ഗെയിം കളിക്കാൻ ഇത്തിരി നേരം ഫോൺ തരുമോ? ഇല്ല, മക്കള് വന്ന് ഉറങ്ങാൻ നോക്കി. എന്തേച്ചി കുറച്ച് നേരമല്ലേ ചോദിച്ചേ? തരൂലാന്ന് പറഞ്ഞില്ലേ? അതൊക്കെ അമ്മ കണ്ടാലുണ്ടല്ലോ. അമ്മയൊന്നും കാണൂല, ഞങ്ങൾക്ക് കുറച്ച് നേരം തന്നാ മതി. തരൂല, എന്റെ ഗെയിം ഒന്നുമില്ല. എന്ത് സാധന ചേച്ചി? വേഗം കിടക്കാൻ നോക്കി, എന്നിട്ട് വേണം ലൈറ്റ് ഓഫ് ആക്കാൻ. ഡീ കുറച്ച് അങ്ങോട്ട് നീങ്ങി കിടന്ന, ഇവിടെ സ്ഥലല്ല. ഇനി എങ്ങോട്ട് നീങ്ങാനാ? പാറു കുറച്ച് അങ്ങോട്ട് നീങ്ങി, ഇവിടെ സ്ഥലല്ല. ഇവിടെ സ്ഥലല്ല. ഓ രണ്ടൊന്നും മിണ്ടാതൊക്കെണ്ടോ? ചേച്ചി എങ്ങോട്ടാ? പോരാ. ഫോൺ കിട്ടി. അല്ല ലോക്ക് അറിയോ നിനക്ക്? അങ്ങനെയൊന്നുണ്ടല്ലേ. ഇനി എന്താ ചെയ്യാ? ഇനി ഒന്നും ചെയ്യാനില്ല. മോൾ ആ ഫോൺ അട വെച്ച് കിടന്നുറങ്ങിക്കോ. ഞാൻ ശ്രമിച്ചു നോക്കട്ടെ. ഡീ കേട് വരുത്തണ്ടോ? ഓ ഈ ലക്ഷ്യ ചേച്ചി എന്തിനാ ലോക്കിട്ടെ? നിന്നെ പേടിച്ച്. ഓ ഒരു തമാശ. അയ്യോ ഫോൺ ഓണാവുന്നില്ല. എന്ത് ഓണാവില്ലെന്നോ? അതെ, ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്ത് ചെയ്യാന്? ഞാൻ അപ്പയെ പറഞ്ഞതാ പാസ്വേഡ് അറിയില്ലെങ്കിൽ കളിക്കേണ്ടാന്ന്. ഇനി ചേച്ചിനോട് കിട്ടുന്നൊക്കെ മോള് മേടിച്ചട്ടോ. ചേച്ചി എന്നെ വിളിക്കൊന്നും വേണ്ട. ശരി അമ്മേ. അയ്യോ ലക്ഷ്യ ചേച്ചി, ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യാ? ദേവേച്ചി ചേച്ചി അഭിനയിച്ച് കിടക്കുവാ, എനിക്കറിയാം ഐഡിയ. ദേവേച്ചിന്റെ അടുത്തേക്ക് വെക്കട്ടെ. എന്നെ ഒറ്റക്കാക്കി കളഞ്ഞതല്ലേ, ഇനി ഒന്നും അറിയാത്തത് പോലെ കിടക്കാം. രണ്ടും ഉറങ്ങിയല്ലോ. അല്ല എന്റെ ഫോണല്ലേ ദേവുവിന്റെ കയ്യില്? ലോക്ക് അറിയില്ലല്ലോ, പിന്നെ എങ്ങനെ തുറക്കുക? ഫോൺ എന്താ ഓണാവാത്തെ? ചാർജ് ഉണ്ടായിരുന്നതാണല്ലോ, എന്ത് പറ്റി? ഇവിടെ പണിയായിരിക്കും. ദേവു ദേവു എണീക്ക്. ദേവു അഭിനയിച്ച് കിടക്കണ്ട നീ. എന്താ ചേച്ചി? ചേച്ചിക്ക് എന്താ വേണ്ടേ? എന്താ വേണ്ടേന്നോ? എന്റെ ഫോൺ കേടെടുത്തിട്ട് സമാധാനായില്ലേ നിനക്ക്? ഞാനോ? പിന്നെ നീ അല്ലാതെ ആര്? ചേച്ചി വെറുതെ പറയാൻ നിൽക്കട്ടെ. ഞാൻ വെറുതെ പറഞ്ഞല്ല, കാര്യം തന്നെ പറഞ്ഞേ. ഇങ്ങോട്ട് നോക്ക്, എന്റെ ഫോൺ ഓൺ ആവുന്നില്ല. അതിനെന്താ? ഞാനാണോ കേടെടുത്തേ? നീ തന്നെ. ചേച്ചി ഇല്ലാത്തത് പറഞ്ഞാലുണ്ടല്ലോ. ഇല്ലാത്തതോ? അല്ലാതെ പിന്നെ ചേച്ചി എന്തിനാ എന്നോട് മാത്രമേ ചോദിക്കുന്നേ? ചേച്ചിയുടെ പുന്നാര അനിയത്തി ഉണ്ടല്ലോ ഇവിടെ, അവള് ഉറങ്ങല്ലേ? നല്ല ഉറക്കാ. ഡീ എണീക്ക്, മര്യാദക്ക് എന്റെ ഫോൺ നന്നാക്കി തന്നോ? ഓ പിന്നെ എനിക്കതല്ല പണി. അയ്യോ പെട്ട്. ഡീ നീ അപ്പൊ ഉറങ്ങിയില്ലല്ലേ? അത് ഞാൻ പെട്ടെന്ന് എണീറ്റാ. കള്ളത്തരം പറയണ്ട. നീ അല്ലേ എന്റെ ഫോണിൽ കളിച്ചേ? ഞാനോ? നീ തന്നെ. ചേച്ചി വെറുതെ ഓരോന്ന് പറഞ്ഞാലുണ്ടല്ലോ. പറയുന്നില്ല, ഞാൻ അമ്മനെ വിളിക്കാ. അയ്യോ എന്തേ മോള് പേടിച്ചോ? ഞാനോ? പാറു മര്യാദക്ക് പറഞ്ഞോ, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ അമ്മനെ വിളിക്കൂ. അത് പിന്നെ ഇനി നീ പറയണ്ട. അമ്മേ ഒന്നും അറിയാത്തത് പോലെ കിടക്ക, അതാ നല്ലത്. അമ്മേ എന്താ ലച്ചു, നിനക്ക് കിടക്കാനായില്ലേ? ഫോണ് കളിച്ചിരിക്കാരല്ലേ? അമ്മ പറഞ്ഞു എന്റെ ഫോണ് കേടായി. അതേതായാലും നന്നായി, കുറച്ചു ദിവസം സമാധാനം ഉണ്ടാവുമല്ലോ. അമ്മ ഞാൻ സീരിയസ് ആയി പറഞ്ഞ, എന്റെ ഫോൺ ഓണാവുന്നില്ലാന്നോ? അതെ. അതെങ്ങനെ ഓണാവുക? 24 മണിക്കൂർ അതിൽ കളിച്ചിരിക്കലല്ലേ, ഇടക്കൊന്ന് ചാർജ് ചെയ്യണേ. ചാർജ് ഇല്ലായിട്ടൊന്നല്ല, നീ ഒറ്റ ഐഡിയ ഉള്ളൂ, ഉറങ്ങിയ മാതിരി അഭിനയിക്കാൻ. പിന്നെന്താ പറ്റിയേ? അതിങ്ങൾ പുന്നാര മോളോണ്ട് ചോദിച്ചു നോക്കി. ആരോണ്ട്? പാറു തന്നെ, അല്ലാതെ വേറെ ആര്? പാറു എന്താ കാണിച്ചേ? അമ്മ അവളോട് തന്നെ ചോദിച്ചു നോക്കി. അതിന് അവൾ ഉറങ്ങിയില്ലേ, ഇനി നാളെ ചോദിക്കുക. അമ്മേ എന്താ ലച്ചു, അവള് കള്ളറക്ക ഉറങ്ങുന്നേ. അമ്മ വിളിച്ചു നോക്കി. പാറൂസേ രാവിലെ ചോദിക്കുക. പെണ്ണ് നല്ല ഉറക്കത്തിലാ. ഉറക്കം പോലും അഭിനയമാ. ലച്ചു എന്നെ കൊണ്ട് വാങ്ങിക്കേണ്ടേ, അല്ലെങ്കിൽ എന്റെ കാര്യം വരുമ്പോ അമ്മ ഇങ്ങനെ തന്നെയല്ലേ? എങ്ങനെ? ഇതിപ്പോ ഞാനാണെങ്കിൽ അമ്മ ഉറക്കത്തിൽ നിന്ന് എന്നെ വിളിച്ചുണർത്തൂലേ? എന്റെ ഈശ്വര എനിക്ക് വയ്യ. നിന്നോട് എത്ര പറഞ്ഞിട്ട് കാര്യമില്ല. രാവിലെ ഞാൻ അവളോട് ചോദിക്കാൻ പറഞ്ഞല്ലേ. വേഗം കിടക്കാൻ നോക്ക്. വേണ്ട, ഇപ്പൊ തന്നെ ചോദിക്കണം. ലച്ചു 2 വെച്ച് തരും. പിള്ളേർ ഉറങ്ങുന്നത് കണ്ടില്ല നീ? ലച്ചു ഫാറൂസിനോട് അമ്മ നാളെ ചോദിക്കേട്ടോ. ശരി, ഇനി അതിന് സങ്കടപ്പെട്ടിക്കണ്ട, വേഗം ഉറങ്ങാൻ നോക്ക്. അയ്യോ നാളെ മോക്ക് പൂരം തന്നെ. ഇപ്പൊ ഈ അഭിനയിച്ച് കിടന്നോ? ഇവരൊക്കെ എവിടെ പോയി? അയ്യോ ഇനി ഇന്നലത്തെ കാര്യം വല്ലതും അമ്മ ചോദിക്കോ? അതുണ്ടാവില്ല. ലച്ചു ചേച്ചി കോളേജിൽ പോയിട്ടുണ്ടാവും. ദേവും നന്ദൊക്കെ എവിടെ പോയി? എവിടെങ്കിലും പോയിക്കോട്ടെ, എനിക്കെന്താ. അമ്മേ ചായ. അമ്മേ എന്താ പാറു? ചായ വേണമെങ്കിൽ നിനക്കാടെ വന്ന് കുടിച്ചൂടെ? നീ ഇങ്ങോട്ട് എന്നെ വിളിപ്പിക്കണോ? അമ്മേ ഞാൻ ഇവിടുന്നാ കുടിക്കുന്നേ. അപ്പൊ ടിവി കാണാലോ. അന്ന് സ്കൂളിലല്ലോ, അപ്പൊ കളിയും ടിവി ഒക്കെ ആയിരിക്കും. അതെങ്ങനെ അമ്മക്ക് മനസ്സിലായി? ഇതല്ലാതെ ഒരു മാറ്റവും ഇല്ലല്ലോ. അല്ലമ്മേ അവരൊക്കെ എവിടെ? ദേവും നന്ദു കളിക്കാൻ പോയി. കളിക്കാനോ? എന്നെ കൂട്ടാതെയോ? ഉച്ചക്ക് എണീക്കുന്ന നിന്നെ കാത്തുക്കല്ല അവര്.
ലച്ചു പിന്നെ അസൈൻമെന്റ് എന്തോ ചെയ്യാണ്ടെന്ന് പറഞ്ഞ റൂമിലുണ്ട്. ആ അത് പറഞ്ഞപ്പോഴാ ഓർമ്മ വന്നത്. നീ ഇന്നലെ അവളെ ഫോൺ എന്താ ചെയ്തേ? ഞാൻ എന്ത് ചെയ്യാൻ? അത് എന്നോടാണോ ചോദിക്കുന്നേ? ഞാനൊന്നും ചെയ്തില്ല അമ്മേ, എന്റെ ചെവി വേദനിക്കുന്നേ. ഇത് നീ ഫോൺ കേടെടുത്തതിനല്ല, കള്ളം പറഞ്ഞതിന്. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറയാറുണ്ട് കള്ളത്തരം പറഞ്ഞു പഠിക്കരുതെന്ന്. പോരാത്തതിന് ഫോൺ എടുത്ത് കളിക്കരുതെന്ന് ഞാൻ പല തവണയായി പറയുന്നേ. നീ ഈ ഫോൺ എടുത്ത് കളിക്കുന്ന കാണട്ടെ. മേഘം എന്നോട് ചായ എടുത്ത് വെച്ചിട്ടുണ്ട്. ഏതായാലും ഭാഗ്യമുണ്ട്, ഒരു തുള്ളിൽ അവസാനിച്ചു. അമ്മേ മതി. അതിന് നീ എന്താ കഴിച്ചേ? ഞാൻ തന്നത് അതേപോലെ പ്ലേറ്റിൽ കിടപ്പുണ്ട്. മതി അമ്മേ. ദേ പാറു, എന്നോട് അടി വാങ്ങിക്കാൻ നിൽക്കരുതേ. ഇതിപ്പോ മിഠായി ആണെങ്കിൽ ഒരു പ്ലേറ്റ് വെച്ച് തന്നാ നീ കഴിക്കല്ലോ. വേഗം മിണ്ടാതിരുന്ന് കഴിക്കാൻ നോക്ക്. അത് മുഴുവനും കഴിച്ചിട്ടേ നീ ഇവിടുന്ന് പോവൂ. എനിക്ക് വേണ്ട. വേഗം കഴിക്കാൻ നോക്ക്. നിനക്ക് കഴിക്കാൻ പാകമുള്ളതേ ഞാൻ തന്നിട്ടുള്ളൂ. ആഹാ, മോള് ഇവിടെ ഉണ്ടായിരുന്നോ? എന്റെ ഫോൺ മരിയൊക്കെ റെഡിയാക്കി തന്നക്കോ. ലച്ചു, അമ്മ ഒന്നും ഉണ്ടാക്കി. അമ്മ ഏതായാലും ചോദിക്കൂലല്ലോ. ഞാനെങ്ങനെ റെഡിയാക്കി തരാനാ? കേട് വരുത്താൻ നിന്നെ കൊണ്ട് കഴിഞ്ഞില്ലേ? ഞാനൊന്നും കേട് വരുത്തിയില്ല. ലച്ചു, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ അച്ഛൻ ഓഫീസിൽ പോകുമ്പോ കൊടുത്തേക്കാന്ന്. അതിന് അച്ഛൻ ഇന്ന് ഓഫീസിൽ പോകുന്നില്ലല്ലോ. അച്ഛൻ മണ്ടേ പോലെ, അപ്പൊ കൊണ്ടേ പോരെ. വേണ്ട, എനിക്കിപ്പോ തന്നെ റെഡി ആവണം. ആ എന്നാ മോള് റെഡിയാക്കി വിട്. ഒരു 2 ദിവസം പോലും കാത്തു നിൽക്കാൻ നിനക്ക് വയ്യല്ലേ? അതെങ്ങനെ? 24 മണിക്കൂർ മൊബൈലിന്റെ ഉള്ളിലല്ലേ? അപ്പൊ പിന്നെ ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ലല്ലോ. രക്ഷപ്പെട്ടെ. അച്ഛന്റെ അടുത്ത് തന്നെ കൊടുത്തയച്ചാ മതിയായിരുന്നു. അമ്മേ, വെള്ളം. ദാ ഇവിടെ നിന്ന് വിളിച്ചു പോവാതെ നിനക്കടെ പോയി എടുത്ത് കുടിച്ചൂടെ? ഓ, അതിന് ഞാൻ ചേച്ചിയോടല്ലല്ലോ ചോദിച്ചേ. അല്ല, ഇന്നെന്താ രാവിലെ തന്നെ ദേഷ്യം? പറഞ്ഞാ നീ റെഡിയാക്കി തരോ? ആദ്യം പറ, എന്നിട്ടല്ലേ റെഡിയാക്കുന്നേ. നീ ഒന്ന് പോകുന്നുണ്ടോ നന്ദു എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ? ദേഷ്യം വരുന്നുണ്ടോ? നന്ദു, എന്നോട് വാങ്ങിക്കേണ്ട. നീ എന്താ കാര്യം എന്ന് പറ ചേച്ചി. ഡാ, അത് നിനക്കറിയില്ലേ? ആ, നീ എങ്ങനെ അറിയാനാ? എന്താ കാര്യം? നമ്മുടെ പാറൂസില്ലേ ചേച്ചിന്റെ ഫോൺ കേടുവരുത്തി. ഹാ, ബെസ്റ്റ്. ചേച്ചി താ, ഞാൻ റെഡിയാക്കി തരാം. ആ, എന്നിട്ട് വേണം ഉള്ളത് കൂടി കേടുവരാൻ. ചേച്ചി താ, എന്റെ ഫോൺ ഇങ്ങോട്ട് തന്നാ. ഇപ്പൊ തരാം ചേച്ചി. ഇനി ചേച്ചി ഒന്ന് ഓണാക്കി നോക്കിയേ. നീ ഒന്ന് പോയേ ചെക്കാ. ഇതുവരെ റെഡിയാക്കിട്ട് റെഡി ആയില്ല. എന്നിട്ടല്ലോ ഇപ്പൊ ചേച്ചി ഒന്ന് ആക്കി നോക്ക്. ഇതെങ്ങനെ റെഡി ആയല്ലോ? അതാണ് ഈ നന്ദു. താങ്ക് യു നന്ദുട്ടാ. അതെനിക്ക് വേണ്ട, ചേച്ചി തന്നെ എടുത്താ മതി. ഇതിന് വകയായിട്ട് എനിക്കൊരു ബിരിയാണി മേടിച്ച് തന്നാ മതി. ബിരിയാണിയോ? ആ, ഇപ്പൊ മേടിച്ച് തന്നെ. വേണമെങ്കിൽ ഞാനൊരു മിഠായി മേടിച്ചു തരും. ആഹാ, ചേച്ചി ഇത് ഏതായാലും ഷോപ്പിൽ കൊണ്ടുപോയി നന്നാക്കല്ലേ ചെയ്യാ. അപ്പൊ എത്ര പൈസ കൊടുക്കണം? അതിനൊന്നും കുഴപ്പമില്ല. എനിക്ക് ബിരിയാണി വാങ്ങി തരാനാ കഴിയാത്തല്ലേ? ഓ, ഇനി ഇങ്ങനെ പറയണ്ട, ഞാൻ വാങ്ങി തരാം. ചേച്ചി എനിക്കും. നിനക്ക് എന്തിന്? ചേച്ചി ഏതായാലും അവന് ബിരിയാണി വാങ്ങി കൊടുക്കൂലേ? അപ്പൊ ഒന്ന് എക്സ്ട്രാ വാങ്ങിയാ പോരെ? അതിന്റെ ആവശ്യമില്ലല്ലോ.